അങ്ങനെ നമ്മൾ ഇന്ന് നമ്മുടെ ഇന്ത്യ ടു യൂറോപ്പ് യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ്. ഓ ഗൈസ് നോക്കൂ, ഒരു യാത്ര നിർത്താൻ വളരെ എളുപ്പമാണ്. ഒരു യാത്ര തുടങ്ങാന്നുള്ളത് ഭയങ്കര പാട് പിടിച്ച പരിപാടിയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾ ഞങ്ങൾ ഇതിന്റെ പുറകെയായിരുന്നു. ഓ ഗൈസ് നോക്കൂ, ഇപ്പം സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ 3 മണി. ഇന്ന് ഡേറ്റ് 12-ാം തീയതി. ഗൈസ് 12-ാം തീയതി. 17-ാം തീയതിയാണ് നേപ്പാളിൽ ഞങ്ങൾക്ക് ഹാജരാകേണ്ടത്. 5 ദിവസമുള്ളൂ നമുക്ക് ഇവിടുന്ന് ഓടിയെത്താൻ വേണ്ടി. 18-ാം തീയതിയാണ് നമുക്ക് വിസ, അതായത് പിന്നെ ഗ്രൂപ്പ് വിസ സബ്മിഷനും കാര്യങ്ങളൊക്കെ. ഞാൻ പിന്നെ എൻ്റെ കൂട്ടുകാരൻ സെബിന്, അതുപോലെ റസാഖ്, ഞങ്ങൾ പിന്നെ ലിബിൻ, ഞങ്ങൾ 4 പേരാണ് പോകണം. 3 ഡ്രൈവർമാരെ വെച്ചാണ് ഓടുന്നത്. കാരണം അത് അല്ലേ ഗൈസ്, ഞങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഡിലേ ഉണ്ടാകാൻ പാടില്ല. വണ്ടി ഞങ്ങൾ നിർത്തിയിട്ട് ഒന്നുമില്ല, ഞങ്ങൾ കണ്ടിന്യൂസ് ഓടുകയാണ്. സമയമില്ല, എവിടെയെങ്കിലും ചെറിയൊരു തട്ടുകളിട്ട് ഞങ്ങൾ അല്ലേ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇപ്പം ഞങ്ങൾ ബോർഡർ കിടക്കാൻ വേണ്ടി പോവാണ്. യെസ് അമ്മേ, പോയിട്ട് വരാം. മീറ്റൊക്കെ 1 മാസം ഞങ്ങൾ പിന്നെ എക്സിറ്റ് അടിച്ചിട്ട് വരണം അല്ലേ. ഞങ്ങൾക്ക് 45 ദിവസമേ ഉള്ളൂ ഷങ്കം വിസ. ഇപ്പൊ എവിടെയും നിർത്തി ഞങ്ങൾ എക്സിറ്റ് അടിച്ചിട്ട്. ഓക്കെ. മക്കളും ഉറക്കും കേട്ടോ, മൈക്കിൾ ഉറക്കാണ്. ബൈ ബൈ. അത് റസാക്കിന്റെ അവർ അറിയാൻ ചോദിച്ചാടാ. യെസ് ഗൈസ് നോക്കൂ, അതേ സമയത്ത് പിന്നെ റസാക്കയും അതേപോലെ തന്നെ അറിയാം വേണ്ട. ഗൈസ് റസാക്കയുണ്ട് ഞങ്ങളുടെ കൂടുതൽ കാഠ്മണ്ഡു വരെ. ഇത് എന്റെ കൂട്ടുകാരൻ സെബിൻ. അപ്പൊ സെബിനും ഉണ്ട്. ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എബിൻ ചേട്ടന്റെ അനിയൻ, എബിൻ ചേട്ടന്റെ അനിയൻ സെബിനെ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എബിന്റെ കൂട്ടുകാരൻ. പിന്നെ സെബിൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൂട്ടുകാരൻ. ഗൈസ് നോക്കൂ, അതായത് എന്റെ കൂട്ടത്തില് +1 +2 കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. അതിനെക്കുറിച്ച് കൂടുതൽ പറയും, ഇപ്പൊ ഞങ്ങൾക്ക് ടൈമില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. അതേപോലെ തന്നെ ഇത് ജോസ്മി സാർ, ഇങ്ങോട്ട് വാ, കമാൻ ഗൈസ് നോക്കൂ. അപ്പാ വാ, ഉണ്ണിച്ചേട്ടാ വാ. ഗൈസ് നോക്കൂ, ജോസ്മി സാറുണ്ട്. ജോസ്മി സാറ് ബോർഡർ വരെയില്ലേ, ബോർഡർ വരെ ജോസ്മി സാറുണ്ട്. പിന്നെ അപ്പാ പോയിട്ട് വരെ 1 മാസത്തിൽ വരും. അതേപോലെ തന്നെ നമ്മുടെ ഉണ്ണിച്ചേട്ടനാണ്. കമാൻ ഗൈസ് നോക്കൂ, നമ്മുടെ ഉണ്ണിച്ചേട്ടനാണ് നമ്മളിവിടെയൊക്കെ അത്യാവശ്യം ഹെൽപ്പ് ചെയ്യാനൊക്കെ വരുന്നതാണ്. അപ്പോൾ ഉണ്ണിച്ചേട്ടന് പിന്നെ ഹോട്ടൽ മാനേജ് എന്നെ ഉണ്ണിച്ചേട്ടൻ പഠിച്ച BHM കഴിഞ്ഞ് 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആർക്കെങ്കിലും നമ്മുടെ ഉണ്ണിച്ചേട്ടനെ ഒരു ജോലി കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഉണ്ണിച്ചേട്ടൻ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ദുബായിലോ ഖത്തറിലോ പാസ്പോർട്ട് എല്ലാ സംഭവം ഉണ്ട്. അതെ, പുള്ളിക്കാരൻ നല്ലൊരു കുക്കുമാണ്. സർവീസ് നല്ലൊരു സർവീസ് ചെയ്യുന്ന പുള്ളിക്കാരനാണ്. അതിപ്പം ആരെങ്കിലും അവിടെ ഏതെങ്കിലും പുറത്തോട്ട് നോക്കൂ, എവിടെയെങ്കിലും ആർക്കെങ്കിലും ഉണ്ണിച്ചേട്ടനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പം പുള്ളി പുറത്തോട്ട് പോകാൻ കുറച്ച് ബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പുറത്തോട്ട് പോകാൻ പറ്റുമെങ്കിൽ പുള്ളി രക്ഷപ്പെടും. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്തുക. അപ്പോൾ അങ്ങനെ അല്ലേ. അപ്പം ഉണ്ണിച്ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ണിച്ചേട്ടൻ ഫോൺ എടുക്കുന്നതായിരിക്കും. ഉണ്ണിച്ചേട്ടൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ദൈവത്തോടത്ത് എൻ്റെ നമ്പർ വെച്ച് വിളിക്കരുത്, കാരണം എൻ്റെ നമ്പർ ഇനിയിപ്പോൾ കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇറങ്ങാൻ വേണ്ടി പോവാണ്. പോവാ. സാർ എടുക്കുമല്ലേ, സാർ ഫ്രണ്ട് എടുക്കും. പോട്ടെ, ടാറ്റാ. ഗൈസ് നോക്കൂ, ഓരോരുത്തരൊക്കെ കരഞ്ഞു തുടങ്ങി കേട്ടോ. പോട്ടെ അമ്മേ. കാലിബായും കൊണ്ട് പോണെന്ന് പറഞ്ഞാൽ കാലിബാഗ് എടുത്തോണ്ട് തന്നെ തിരിച്ചു വരുമ്പോ നിറച്ച് കൊണ്ടുപോകണം അല്ലേ. പോട്ടെപ്പാ. അപ്പം കരച്ചിൽ തുടങ്ങി, ഓരോരുത്തരായിട്ട് കരച്ചിൽ തുടങ്ങി. SS അവിടെ ഇട്ടുണ്ട്, മേഴ്സി ഇവിടെ കിടപ്പുണ്ട്. ജോസ് സാർ അടുത്തോടെ വന്ന് സഫാരിയും കാര്യങ്ങളൊക്കെ എടുക്കുമെന്നാണ് പറഞ്ഞേ. സാറ് ഫ്രണ്ടിൽ പോവും, എന്നിട്ട് ഞങ്ങൾ ബേക്കിലേക്കോ. കട്ട മാറ്റി തരുമോ സെബി? കട്ട മാറ്റി തരുമോടാ ജാമ്? ഉണ്ണിച്ചേട്ടാ കാണാട്ടോ, വന്നിട്ട് കാണാട്ടോ. അവസാനം ഒരു സംശയം, പാസ്പോർട്ടും കാര്യങ്ങളും എടുത്തോന്നുള്ളത്. അപ്പോൾ അതൊന്ന് ഫൈനൽ ചെക്ക് ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ എല്ലാം അപ്പുറത്തോട്ട് മാറ്റിയിട്ട് സാറേ. ഐസ് നോക്കൂ, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും വിഷമങ്ങളാണ്, കാരണം ഞങ്ങൾ ഈ പ്രാവശ്യം അത്യാവശ്യം മാസങ്ങളുണ്ടായിരുന്നല്ലോ ഇവിടെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്ര നിർത്തുക വളരെ എളുപ്പമാണ്. തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പാട് പിടിച്ച് വരാം. റസാക്കയുണ്ട്, സെബിയുണ്ട്. എല്ലാം വണ്ടീനെ കുറിച്ചും എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നാളെ പറയാം കേട്ടോ. ഇന്ന് ഇവിടുന്ന് വണ്ടി ഇറക്കിയില്ലെങ്കിൽ പെടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ 18-ാം തീയതി സബ്മിഷനാണ്. ഇന്ന് 12 ഇപ്പം 3 മണിയായല്ലോ. ഇനി ആകെ 6 ദിവസമുള്ളൂ. 6 ഇല്ല, 5 ദിവസമുള്ളൂ. ഇതല്ല സാർ ഏറ്റവും അടിയിലാന്ന് തോന്നുന്നു. പൊക്കിക്ക് ഇതെടുത്തേ പോയിട്ട് വരാം. ഓക്കെ. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. 1 മാസം കൊണ്ട് വരും. ഓക്കെ, പോട്ടെപ്പാ, പോട്ടെ. പോയിട്ട് വരാം കേട്ടോ. ശരി. ഓക്കെ ബൈ. ഞങ്ങൾ വണ്ടി എടുത്തു. ഞങ്ങളുടെ സൂപ്പർ ഫാസ്റ്റ് എടുത്തു. ഞങ്ങളുടെ നേപ്പാളാണ് ഇനി അടുത്ത ലക്ഷ്യം അല്ലേ. ടൗണുകളിൽ മാത്രം. അതിൻ്റെ ഇടയ്ക്ക് പാട്ടയിൽ ഒരു സ്റ്റോപ്പ് ഉണ്ട്, കാറിനിട്ട് എടുക്കണ്ടേടാ. ഫൈനലി ഞങ്ങൾ അങ്ങനെ ക്ലിയറിലെത്തി. എന്തമ്മോ എന്തോരം ബാംഗ്ലൂർ, തലശ്ശേരി, കണ്ണൂർ, വടകര വണ്ടികളെ അബദ്ധം പറ്റിയവനെ. വണ്ടി ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് സത്യം കണ്ടോ അല്ലേ ഗൈസ്. ഇനിയിപ്പം ഇവിടുന്ന് നേരെ ഞങ്ങളുടെ പള്ളി ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരം പ്രാർത്ഥിച്ചിട്ട് പോവാം. അപ്പം നേരെ ഞങ്ങൾ സാറ് അങ്ങോട്ട് വണ്ടി തിരിച്ചു, ഞങ്ങൾ നേരെ അങ്ങോട്ട് വണ്ടി തിരിക്കും കേട്ടോ. പള്ളിയുടെ മുറ്റത്തെത്തി.
ജസ്റ്റ് ഒന്ന് നേർച്ചയിട്ട് പ്രാർത്ഥിച്ചിട്ട് പറ്റോ. വണ്ടി ഓഫ് ആക്കണ്ട. യെസ്, ഓഫ് ആക്കിയാ ഇല്ല, വണ്ടിക്ക് ചാർജിങ് ലേശം കുറവാണ്. ഫുൾ ഡിസ്പ്ലേ കേട്ടോ. നമുക്ക് ഫുൾ ഡിസ്പ്ലേ. ഫൈനലി മാതാവിനോട് പ്രാർത്ഥിക്കട്ടെ കേട്ടോ. പ്രാർത്ഥിച്ചു, നേരെ ഇറങ്ങി കേട്ടോ. ഇനിയിപ്പം അപ്രോക്സിമേറ്റ് 3 കിലോമീറ്റർ ആണ് ഇവിടെ നമുക്കുള്ളത് കേട്ടോ. പെട്ടെന്നെടുത്തോ. ഓ, അപ്പുറത്തും ഇപ്പുറത്തും വണ്ടി വരുന്നുണ്ട്. 50 രൂപ ഗ്യാപ്പിൽ നോക്കും. ഫൈനലി ഞങ്ങളങ്ങനെ കർണാടക ബോർഡറിലെത്തി. അങ്ങനെ നമ്മൾ പിന്നെ ഇവിടെ ഒരു ചെക്കിംഗ് ഉണ്ട് കേട്ടോ. ആ ചെക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് ഇവിടെ ഒരു 50 രൂപ കൊടുക്കും. ഇവിടെ നമ്മൾ ഫോറസ്റ്റിനെ പരിപാലിക്കാൻ വേണ്ടി ഇവിടെ ചെറിയൊരു പൈസ വാങ്ങുന്നുണ്ട്. മാക്കൂട്ടം ഇവിടെ ഒരു 50 രൂപ. ആ 50 രൂപ എന്തായാലും ചെല്ലുന്ന പറഞ്ഞ് ചോദിക്കും കേട്ടോ. ആ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. വണ്ടിയിലെ എണ്ണ കുറവായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എണ്ണ ഞങ്ങൾ ഈ കാണുന്ന വണ്ടിയിലേക്ക് ഞങ്ങൾ ഒഴിച്ചു. എന്നിട്ട് ഇനിയിപ്പോൾ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മേളിൽ നിന്ന് അടിക്കാം. അവിടെ ആണെങ്കിൽ എണ്ണയ്ക്ക് പൈസ കുറവാണ്. കർണാടകയിൽ എണ്ണയ്ക്ക് പൈസ വളരെ കുറവാട്ടോ. നമ്മളിപ്പോൾ ഒരു 20 കിലോമീറ്റർ നമ്മൾ കാറ്റിൽ കൂടെയാണ്, അതായത് ഫോറസ്റ്റ് കൂടെയാണ് ഓടിക്കുന്നത്. ഞങ്ങളുടെ വീണ്ടും തൊട്ടടുത്ത് ഞങ്ങൾ സ്ഥിരം പോകുന്ന റൂട്ട് തന്നെയാണ് ഈ റൂട്ട്. അപ്പോൾ ആ 20 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്കൊരു ഭാരത് പെട്രോളിൻ്റെ പമ്പ് കിട്ടും. അവിടെ നമ്മൾ ഫുള്ളാക്കുന്നു. അപ്പോൾ ഏതാണ്ട് കുറച്ച് എണ്ണ ഉണ്ട് കേട്ടോ. പക്ഷേ ഏതാണ്ട് നമുക്ക് ഇനി 2 വട്ടം 3 വട്ടം കുറവുണ്ട്. അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ഇറങ്ങി വരുന്ന സമയം കേട്ടോ. ബസ്സും പച്ചക്കറി വണ്ടി കുറേ വണ്ടികൾ ഇറങ്ങും. പല ചെക്കിങ് കേട്ടോ. അടിപൊളി. ഒരു വഴിയില്ലല്ലോ. ഇലക്ഷന്റെ ഭാഗമായിട്ട് ബമ്പൻ ചെക്കിങ് കേട്ടോ. ഇനിയിപ്പം ഞങ്ങളുടെ വണ്ടി പോലെ ഇവിടുത്തെ ബ്ലോക്ക് തന്നെ മാറത്തുള്ളൂ. ഇതുണ്ടോ, ഫുൾ ബ്ലോക്കാ. ബേക്കിലൊക്കെ ബ്ലോക്ക് കേട്ടോ. നോക്കിയതുണ്ടോ, ബസ് ഇറങ്ങി വരുന്നുണ്ട്. എന്തോ ഒരു ടൂറിസ്റ്റ് ബസ്സാന്ന് നോക്കിയേ. പക്ഷെ ബസ്സിനെ പിടിക്കുന്നില്ല, കാറുകളെ പിടിക്കുന്നത്. ഞങ്ങളോട് പറഞ്ഞത് ഇതിനകത്ത് പൈസ ഉണ്ട്, മേളിൽ എന്തായാലും പിടിക്കുമെന്ന്. റസാക്ക് കന്നഡയിൽ എന്താ കിട്ടുന്നത്? റസാക്ക് എന്നാ റസാക്കെ പറഞ്ഞേ? എന്നാ പറഞ്ഞേ? അത് പഴയ നാഷണൽ പിന്നെ റേഡിയോ കേട്ടോ. കുറച്ച് സമയം എടുക്കും. റേഡിയോ നിലയത്തിൽ നിന്ന് എത്തണം. തരംഗം എത്തിയില്ല. എന്നാ എന്തായാലും ഞങ്ങൾക്ക് നേപ്പാൾ ബോർഡർ കയറി വരാൻ നേരത്ത് ഈ കാണുന്ന പമ്പാണ് ആദ്യത്തെ പെട്രോൾ പമ്പ്. ആദ്യമായിട്ട് നമുക്ക് ഇവിടെ തന്നെ അവിടെ ഇവിടെ എത്ര രൂപ വ്യത്യാസം ഉണ്ടോ സിബിന്? 2 രൂപ 3 എത്ര ഉണ്ട് റസാക്കെ? ഹൗ മച്ച്? 5 രൂപ. ഈ വണ്ടി അങ്ങനെ നമ്മൾ എണ്ണ അടിക്കാൻ നിർത്തി കേട്ടോ. ഫുൾ ടാങ്ക് എണ്ണ അടിക്കണം. ഫുൾ ടാങ്ക് എണ്ണ അടിച്ചതിന് ശേഷം വേണം ഇനിയും ബാക്കിയുള്ള പരിപാടി കേട്ടോ. ഇവിടെ 87 രൂപ 12 പൈസയാണ് ലിറ്ററിന് കേട്ടോ. അപ്പം നാട്ടിലെത്ര റസാക്കെ? നാട്ടിലെത്ര? ഓ 5 രൂപ കുറവുണ്ടോ? ആ, റസാക്കിന് ചെറിയ പണിക്കോളുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് കുറേ വായും മറ്റു സംഭവമൊക്കെ പിടിച്ചായിരുന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഗൈസ്. സത്യം പറയട്ടെ, 17-ാം തീയതി അവിടെ നമുക്ക് ചെല്ലേണ്ട ദിവസം. ഇന്ന് 12. ഇപ്പം എത്ര ദിവസം ഉണ്ടോ? 5 ദിവസം. 5 ദിവസം കൊണ്ട് നമുക്ക് ഓടിപ്പിടിക്കണം. ലൊക്കേഷൻ ഇട്ടില്ല, കുറച്ച് ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഫാസ്റ്റ് ടാഗിൽ 555 രൂപ ഉള്ളൂ. ഒരു 5000 രൂപയിൽ നമ്മൾ റീചാർജ് ചെയ്യേണ്ടി വരും കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് മൊത്തം ഓടിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആ 5000 രൂപ റീചാർജ് ചെയ്തേ പറ്റൂ. അല്ല, 5000 രൂപ റീചാർജ് കണ്ടിന്യൂസ് ചെയ്തു. അതായത് പിന്നെ മാറി മാറി അടിക്കണ്ടല്ലോ. ഇന്ന് കണ്ടോ 5000 രൂപ റീചാർജ് ചെയ്തു. ഇന്ന് 12-ാം തീയതി. വരും 5 ദിവസം മാത്രം. ഇറക്കാൻ അവിടെ കിടപ്പുണ്ട് കേട്ടോ. എണ്ണ അടിച്ച് ഫുൾ ടാങ്ക് ആക്കട്ടെ. ബാംഗ്ലൂർ കഴിയുന്നോടം വരെ കിട്ടൂലേ? 60 60. ഈ കാണുന്നതാണ് നമ്മുടെ ലൊക്കേഷൻ കേട്ടോ. വിജയവാഡ. ഈ വിജയവാഡയാണ് നമുക്ക് നാളെ പിടിക്കേണ്ടത്. അതായത് 16 മണിക്കൂർ. അല്ലല്ല, കാർനെറ്റ് വരുന്നത് ഇവിടെ നാളെ 8 PM എത്തൂടോ. അപ്പോൾ ഒരു 12 മണിക്കൊക്കെ എത്തുമല്ലേ അല്ലേ? ക്രെഡിറ്റ് കാർഡിലുള്ള ആദ്യ പരിപാടി തുടങ്ങി കേട്ടോ. ആദ്യത്തെ അടി. അതായത് 85,000 രൂപയാണ് നമ്മുടെ ലിമിറ്റ്. ആ 85 വെച്ച് വേണം നമുക്ക് കാര്യങ്ങൾ കൃത്യമായി ഫോക്കസ് ചെയ്ത് നടത്താൻ. ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് തീരുമ്പോൾ തന്നെ നിറച്ചു കൊടുക്കണം. അതാട്ടെ പരിപാടി. 32 ലിറ്റർ 2830 രൂപ. ഇത്ര ആയില്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് എണ്ണയ്ക്ക് വില കുറവായിരിക്കും. ഗൈസ് നോക്കൂ, നമുക്ക് അങ്ങനെ തുടങ്ങാം കേട്ടോ. വഴിനീളെ ഇലക്ഷൻ ചെക്കിംഗ് ഉള്ള സാധ്യത. കണ്ണിൽ കൂടെ പൊന്നീച്ചല്ല, എല്ലാ ഈച്ചയുണ്ട്. അതായത് കുറച്ച് ഓടിച്ചിട്ട് സെബിനും റസാക്കി ഇരിക്കൂലേ, രണ്ടുപേരും എടുക്കൂലേ? ഇവര് പകല് മൊത്തം ഓടിക്കും. നീ ഇരുന്നിട്ട് കാര്യമില്ല, ഇരുന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് ഉറങ്ങൂല. ഞാൻ ഉറങ്ങുമ്പോ ഇവരെ ഇങ്ങോട്ട് കയറ്റി വിടാം. അങ്ങനെ ആകുമ്പോ ഒരാൾ കൂടെ പകൽ. ഞാൻ മൈസൂർ ഹൈവേ കുറച്ച് ഓടിക്കും. അപ്പത്തേക്ക് ഇവര് പിന്നെ ഏതാണ്ട് നാളെ ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ വിജയവാഡ എത്തും. പിന്നെ വിജയവാഡയിൽ നിന്ന് ഒരു 1600 കിലോമീറ്റർ കേട്ടോ. ഫൈനലി നമ്മൾ അങ്ങനെ ഈ കാണുന്ന റൂട്ടിൽ കൂടെ ഫ്രണ്ടിലേക്ക്. ഇനിയിപ്പോൾ ഫോറസ്റ്റ് ആട്ടോ, ഫുള്ള് ഫോറസ്റ്റ് കയറി ഇനി പോവാ. ചെക്കിങ് ആട്ടോ. ഇതുണ്ടോ ഇവിടെ വലിയ ചെക്കിങ് ഇല്ല കേട്ടോ. ഇപ്പം വെളുപ്പിന് ആയതുകൊണ്ടായിരിക്കണം. ചെറിയ ഉറക്കത്തിലാണ് അവര്. ആ ഉറക്കത്തിൽ നമുക്ക് പോകണം അല്ലേ? ഫൈനലി നേരം വെളുത്തു. ഇത്ര നേരം സൈഡിലുണ്ടായിരുന്ന ലിബിയൊക്കെ കയറി കിടന്ന് ഉറങ്ങി കേട്ടോ. ഏതാണ്ട് സമയം ഇപ്പം 6:08 അത്ര ആയതുള്ളൂ കേട്ടോ. ഫൈനലി ഞങ്ങൾ ഈ കാണുന്ന ഇവിടെ കൊണ്ട് വണ്ടി നിർത്തി കേട്ടോ. അതായത് ഇവിടെ ഒരു ഉടുപ്പി ഭവനുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ. നേരത്തെ നിന്ന സ്ഥലത്തുനിന്ന് കാര്യങ്ങൾ നടന്നില്ല. കാരണം അവിടെ ഒന്നും ഇല്ല. തൊണ്ട ശരിയായോ?
ഇപ്പം മോർണിംഗ് എത്രയും 6 സംതിങ് ആയിട്ടോ, 6 സംതിങ്. വിറ്റമിൻസ് ഓഫ് ദി തൊണ്ടവേദന 6:47 ഗൈസ്. ഈ കാണുന്ന ഉടുപ്പി ഭവനിൽ കയറി മദാലസ അടിക്കാട്ടോ. രാവിലെ മദാലസ കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ആരും മസാല ദോശ ഓർഡർ ചെയ്തു, പുള്ളി മാത്രം ഇഡ്ഡലി വട. തേങ്ങില്ലേ കണ്ണട കേട്ടോ പുള്ളി, എന്തൊരു കണ്ണടയാ. ഞാനൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കി കേട്ടോ, ഭയങ്കര മധുരം. ഞങ്ങള് വലിയ മുമ്പില്ല കേട്ടോ. ഞങ്ങക്ക് ഫൈനലി ഈ സാധനം കിട്ടി. അതിലും കറക്റ്റ് പറയല്ല, അതും കൂടെ കയ്യിൽ പോകും. ഒരു വിധത്തിന് പുള്ളി നീ എന്നെ കിടന്നൊക്കെ മറ്റേ സാധനം വന്നു ഫൈനലി സാധനം കിട്ടി. ഇത് കഴിക്കട്ടെ കേട്ടോ. ഈ മനോഹരമായ ഭക്ഷണം പല്ലിന്റെ അട്ടയിൽ നിന്ന് വിട്ടുമാറുന്നില്ല. പരാജയം ഭക്ഷണം എന്ന് വെച്ചാൽ പരാജയം ഭക്ഷണമായിരുന്നു കേട്ടോ. സെറ്റപ്പ് ഇല്ല. ഇനിയിപ്പം വൈകുന്നേരം ഉച്ചയ്ക്ക് നോക്കാമല്ലോ അടുത്തത്. റസാഖ് ചായ കുടിച്ച് അങ്ങ് പോയി. ചൂടുവെള്ള റസാഖിന് തൊണ്ടവേന കേട്ടോ. അപ്പൊ ചൂടുവെള്ളമൊക്കെ ഒപ്പിച്ചിട്ട് വന്നു. പിന്നെ എന്നാ വേന അതിന് സെൻട്രൽ ലോക്ക് വെക്കണം മനുഷ്യ തുറക്കണത്. സെബി വണ്ടി എടുത്തു. ഇനിയിപ്പോ അപ്രോക്സിമേറ്റ് എത്ര കിലോമീറ്റർ ഉണ്ടാ? 800 കിലോമീറ്റർ. എത്ര മണിയാണ് കാണിക്കുന്നത്? രാത്രി. ഓ ഗൈസ് നോക്കൂ, റസാഖിയും ഫ്രണ്ടിൽ കയറി കേട്ടോ. രണ്ടുപേരും ഫ്രണ്ടിൽ കയറി. ഇനി ഇവിടെ കിടന്നു, ഞാനും ഇവിടെ കിടക്കും കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഇനി ഉറങ്ങട്ടെ. ഞങ്ങള് കഴിഞ്ഞ എത്ര ദിവസം അടല്ലേ ഇവനെ? 4 ദിവസം യാത്രയ്ക്ക് വേണ്ടി വണ്ടിക്കകത്ത് ലോഡിങ് പരിപാടി സംഭവങ്ങളൊക്കെ ആയിട്ട് അതിന്റെ പുറകെ ആയിരുന്നു. ഇന്ന് രാത്രി 3 മണി വരെ, 3:45 വണ്ടി വീട്ടിൽ നിന്ന് എടുത്തപ്പോൾ 3 മണി വരെ വണ്ടി ഓരോ പരിപാടി ലോഡിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു. ഫൈനലി എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പം ബാംഗ്ലൂർക്ക് അടുത്ത് കിടന്നു കേട്ടോ. എടാ എന്നെ 2 മണിക്ക് വിളിക്കണേ. 2 ആ വലിച്ചിട്ടില്ലേ? ഇനിയിപ്പം ബാക്കോട്ട് ഇരിക്കണം, ചെരിഞ്ഞിരിക്കണം, മറിഞ്ഞിരിക്കണം, വേറെ എന്തെങ്കിലും കൂടെ. റസാഖിന് BMW ഒക്കെ ഉള്ളതുകൊണ്ട് എന്റെ പൊന്നടാവേ, നമ്മുടെ വാപ്പട്ടന്റെ വണ്ടിയൊക്കെ ബാക്കോട്ട് പോവില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹമ്പാട്ടോ. എനിക്ക് തോന്നുന്നു മൈസൂർ ഇപ്പൊ ഹൈവേ കയറും, ഏതാണ്ട് 7 കിലോമീറ്റർ കഴിഞ്ഞാൽ ഹൈവേ കയറും. അതുവരെ ഈ ഒരു ഹമ്പ് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ എണീറ്റ് കേട്ടോ. ഫുൾ ചെക്കിംഗ് ആണ്, ഇലക്ഷൻ ചെക്കിംഗ് ആട്ടോ. കുറേ സ്ഥലത്ത് പിടിച്ചു. അവസാനത്തെ ഒരു വള്ളിക്കെട്ട് ആളെ പിടിച്ചേ. ഫുള്ള് വണ്ടി ചെക്ക് ചെയ്ത് ലാസ്റ്റ് എല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് വിട്ടത്. അങ്ങനെ വീണ്ടും ഞങ്ങൾ ആ ഉറക്കം അങ്ങ് നഷ്ടപ്പെട്ടു എൻ്റെ ലീവിൻ്റെ. ഇനിയിപ്പം ഭക്ഷണം കഴിക്കാന്നുള്ളൊരു തീരുമാനത്തിലാണ്. അതായത് 12 മണിയായി, 1 മണി അല്ലേ? 12 മണി. ഈ കാണുന്ന റൂട്ടിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. എടി ഇത് ചെന്നൈ റൂട്ടാണോ ഇവിടെ? വിജയവാഡ ചെന്നൈ. റസാഖിന് അറിയാലോ. റസാഖിന് എങ്ങനെ അറിയാതെ? നോക്കൂ, ഒരു പ്രാവശ്യം റസാഖ് ഇവിടുന്ന് കൊൽക്കത്തയ്ക്ക് പോയിട്ടുണ്ട്. അതാണ് സംഭവം. കൈയൊക്കെ അടിപൊളിയാട്ടോ, തീറാണ്. അതായത് നല്ല നീല നിറവും വെള്ള പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന മേഘങ്ങളുമാണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ ആയപ്പോൾ ലുക്കായില്ലോടാ അല്ലേ? ഇങ്ങോട്ടൊക്കെ ലുക്കായിട്ടോ. അതല്ലോ അപ്പുറം നോക്കും, മല ലിബിന് എണീറ്റ് വരുന്നുണ്ട്. എടാ എണീറ്റടാ, നന്നായിട്ട് ഉറങ്ങിയതാട്ടോ. ഉറക്കൊക്കെ പോയി ഇനിയിപ്പം അല്ലേ ഗൈസ്, ഇനിയും കുറച്ചും കൂടെ ഉറങ്ങിയാലേ ലെവലാവുള്ളൂ. എടാ വെളുപ്പിനായിട്ട് എടുക്കൂലേടാ? പറ്റുമോ? ഇല്ല റസാക്കേക്ക് കൊടുക്കുവോ? റസാക്ക് എടുക്കുവോ? റസാക്ക വെളുപ്പിന് വരെ വെളുപ്പിന് വരെ ഓടിക്കണം. വിജയവാഡയാ ലക്ഷ്യം. ഇനി എത്രയുണ്ട്? ഇനി 600. അപ്പൊ നീ 90 കിലോമീറ്റർ ഓടിച്ചല്ലോ. 808 കിലോമീറ്റർ ഞാൻ തന്നു. ബാംഗ്ലൂർ സിറ്റി ഇല്ലായിരുന്നോ? ഓക്കെ. അപ്പൊ 200 സംതിങ് നീ 200 ഓടിച്ചല്ലേ? ഇവന് 200 കിലോമീറ്റർ ഓടിച്ചു കേട്ടോ. പൊന്നേ, എന്നതായി കാണുന്നേ മരങ്ങളായി പോട്ടോ. ആള് തീർ സ്ഥലമായിരുന്നു, പക്ഷെ ഫുള്ള് മരം. എന്റെ പൊന്നെ, എന്നാ ലുക്കാന്ന് നോക്കിയേ. അടി ഇത്ര നേരം അപ്പൊ ആ റോഡ് നമ്മൾ പോക്കറ്റ് റോഡിൽ കൂടെ കയറി വന്നേ. ഹൈവേ ബ്ലോക്ക് ആയിരുന്നു. അതെ, ഹൈവേ ബ്ലോക്ക് ആയിരുന്നടാ. ഓ ഇത് നോക്കടാ, ഫുള്ള് ഫാക്ടറി ആടാ. ഫുൾ ഫാക്ടറി ആട്ടോ. ഫാക്ടറി എവിടെയാ നിങ്ങൾക്ക് അറിയാൻ സ്ഥലം? അതാണോ ഇത്? നീ വെറുതെ കീച്ചു വിടുന്നതാണോ? ആണോ? ഇവരൊക്കെ പറയുന്നത് KGF ഏരിയ എത്തിന്നാണ്. ഇനിയിപ്പോ നേരെ നമ്മള് കർണാടകയിൽ നിന്ന് ആന്ധ്രയിലേക്ക് കേട്ടോ കിടക്കുന്നത്. സ്ഥലം തീറാട്ടോ. എന്റെ അമ്മോ, കുറേ വീടുകളും അതിന്റെ തൊട്ട് സൈഡിൽ കായല് പോലുള്ള സെറ്റപ്പ് നോക്കിയേ. എന്റെ പൊന്നെ, നല്ല ലുക്കാട്ടോ. ഫാക്ടറി ഉണ്ടല്ലോ സാക്ക. നമ്മളിങ്ങനെ ഈ കാണുന്ന ഇതിലിങ്ങനെ കേറി കേറി കേറി
ഇതിലിങ്ങനെ കേറി ഇറങ്ങും ഇല്ലടാ. ഇവനെ കുറിച്ച് ഞാൻ രണ്ടു വാക്ക് വേണ്ടി സംസാരിക്കാം കേട്ടോ. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇവനും +1 +2 കാലഘട്ടത്തിൽ ഒരുമിച്ച് പഠിച്ചാണ്. അങ്ങനെ പഠിച്ച് ഇവൻ പഠിച്ച് രക്ഷപ്പെട്ടു പോയി. ഇവൻ +2 വിജയിച്ചു പോയി, ഞാൻ തോറ്റും പോയി. ഈ നാരിയുടെ ഒറ്റ വാക്ക് കേട്ടാണ് ഞാൻ, അതായത് ഇവൻ ജയിക്കുമെന്ന് അന്നേ പറഞ്ഞതാണ് സാറന്മാരും. ഞാനത് വിശ്വസിച്ചില്ല, ഇവൻ പറഞ്ഞ് തോക്കുമെന്ന്. പക്ഷെ സംഭവം നേരെ ഉൾട്ടയാണ് നടന്നത്. ഞാൻ തോറ്റും പോയി, ഇവൻ ജയിച്ചും പോയി. ആ റിസൾട്ട് വന്നപ്പോൾ ഇവൻ എന്നെ ചിരിച്ചു കാണിച്ചു. ഞാൻ ആരാ ഊമ്പനായില്ലേ. KGF 31 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, 31 കിലോമീറ്റർ കേട്ടോ. ആ വഴിക്ക് എൻ്റെ ഫോണും പോയി കേട്ടോ, പൊട്ടിപ്പോയെന്നാ തോന്നുന്നു. ഫൈനലി നമ്മളങ്ങനെ പോകുന്ന വഴിക്ക്, വിജയവാഡയ്ക്ക് പോകുന്ന വഴിക്ക് ഈ കാണുന്ന ഇവിടെ നമ്മൾ നമ്മുടെ വണ്ടി നിർത്തി കേട്ടോ. അതായത് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. എനിക്കൊരു വലിയ പണി കിട്ടി. എന്നെ സംബന്ധിച്ച് ഞാൻ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങാൻ നേരത്ത് ഞാനൊരു കല്ലിൻ്റെ മേളിൽ ചവിട്ടി എൻ്റെ കാൽ ഉളുക്കുകയോ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഭയങ്കര പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ എടുക്കുന്നുണ്ട്. ഇവിടെ ഫുള്ള് നീരാണ്, ഈ കാലിവിടെ ഫുള്ള് നീര്. എന്തെങ്കിലും ഒന്ന് ചെയ്യണം, കാൽ അനക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇറ്റ്സ് വെരി പെയിൻഫുൾ. പണത്തിൻ്റെ ഇടയിലാണ് കേട്ടോ അയാളുടെ അടി. കാശ് നോക്കൂ. എന്തായാലും വണ്ടി ഇവിടെ ഇട്ടുണ്ട്, നമുക്കിനി ഇവിടെ ഇരുന്ന് കഴിക്കാം. എന്നിട്ട് നേരെ ഇനിയിപ്പം ഇന്ന് രാത്രി തന്നെ വിജയവാഡ നമ്മൾ ഓടിച്ചു പിടിക്കും കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് ഫുള്ള് തക്കാളിയാണ് കേട്ടോ, തക്കാളി കൃഷി. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഓർഡർ എടുക്കാൻ ആൾ വന്നു, പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ. ഓർഡർ കൊടുത്തു കേട്ടോ. കുഷ്കയും സാധനമൊക്കെയാണ് പറഞ്ഞത്. നടക്കത്തില്ല, കാല് കാണിക്കണം. കാല് ചില പൊസിഷൻ വരുന്നത് വമ്പം വേദന കേട്ടോ. ഓ, ചിക്കൻ 65 കേട്ടോ. ഇതിനിവിടെ കബാബ് എന്നാണ് പറയുന്നത്. ഇതാണ് കുഷ്ക വിത്ത് മുട്ട. ഇതാട്ടോ കുഷ്ക. അതിൻ്റെ അടുത്തുള്ള സലാഡ് ചിക്കൻ ഗ്രേവിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഗ്രേവി കുഴപ്പമില്ല. കരം മസാല കൂടില്ല, കരം മസാല. ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളി. അടിപൊളിയല്ലേ? അമേസിങ്. നോക്കും, സാധനം കൊള്ളാം കേട്ടോ. ഞാൻ വിചാരിച്ചാൽ പെട്ടെന്ന് കരം മസാല കൂടുതലുണ്ട്. ഒരു കാര്യമുണ്ട്, ഓർക്കുന്നതിന് ഒരു കോമഡി ആട്ടോ പുള്ള. ഗൈസ് 15-ാം തീയതി പാട്നയിലാണ് നമ്മുടെ കാർണിറ്റ് എത്തുക. അപ്പോൾ അതിനനുസരിച്ചാണ് ഇനി ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം കേട്ടോ. അല്ലേ അല്ലേ? ഇപ്പം പറഞ്ഞത് വെജിറ്റേറിയൻ കേട്ടോ. വെജിറ്റേറിയൻ. അടിപൊളി രസം, അടിപൊളി സാമ്പാർ, മോരും കിട്ടും, അച്ചാറും കിട്ടും. പോരെ മതി. അത് കൊള്ളാം കേട്ടോ. നീ എന്നാണ് ഇങ്ങനെ ഇരിക്കുന്നത്? പല്ല കൊടുക്കുന്നതാണോ? ഗൈസ് ലിബിൻ ഉണ്ടല്ലോ, വെജിറ്റേറിയൻ കൊടുത്തിട്ട് രസം കിട്ടിയേ. കിട്ടില്ല രസം. പ്രത്യേകതന്നറിയാമോ? എല്ലാം ഇടിച്ചിട്ടാക്കുന്ന മസാല ഇട്ടാണ്. നല്ല കിട്ടില്ല സാധനം, ഇടിച്ച് ചതച്ചിട്ടാക്കുന്ന സാധനം കേട്ടോ. കിട്ടില്ല സാധനം കേട്ടോ. ഓ ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിച്ചിറങ്ങി. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. സെബിൻ കയറി. ഇപ്പം റസാക്കിയാണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പം ഞാൻ സൈഡിൽ ഇരിക്കുന്നു. ഇനി രാത്രിയിൽ ലിബിനും സെബിനും കയറും. ഗൈസ് നോക്കൂ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അപ്പുറത്തെ പോട്ടെ അമ്മാവന്മാരുണ്ട്, അപ്പുറത്തെ ചാടി വീഴും. അതാ നിൽക്കുന്നത്. താൻ എവിടെയാണ് നോക്കണത്? താൻ ഇവിടെ നോക്കണു. അങ്ങനെ. ഓ സോറി ഗൈസ്. ഓ ഗൈസ് നോക്കൂ, അപ്പം സെബിനും ലിബിനും കയറി. ഇനി അവർ രാത്രിയിലാണ് എടുക്കുക. ഇപ്പം റസാക്കെ ഞാനും കൂടെയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മാറും. അത് കഴിഞ്ഞ് രാത്രി കുറച്ച് ഞാൻ ഓടിക്കും. പിന്നെ അത് കഴിഞ്ഞ് നാളെ രാവിലെ ഇനി ഓടിക്കുള്ളൂ കേട്ടോ. ഓ ഗൈസ് നോക്കൂ, അതായത് നമ്മൾ 3 പേര് ഓടിക്കുവാണെങ്കിൽ നമുക്ക് 17-ാം തീയതിക്ക് മുന്നേ കാഠ്മണ്ഡു എത്താൻ പറ്റും. ഞാനും ലിബിനും മാത്രമാണ് പോകുന്നതെങ്കിൽ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. കാരണം വഴി കിടന്നുറങ്ങി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പോകുന്നതിന് നല്ല സമയമെടുക്കും. അപ്പം നമ്മൾ 3 പേരുവാണെങ്കിൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല. അതായത് നമ്മുടെ ഡേറ്റിന് നമുക്ക് ചെന്ന് വിസ സബ്മിഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ $600 ഫൈനാണ് കേട്ടോ. അതായത് നമ്മൾ $2200 കൊടുത്തതിന് $600 ഫൈൻ കിട്ടും. അപ്പം അങ്ങനെ പ്രശ്നമുണ്ട്. എന്തായാലും ഞങ്ങൾ നേരെ ഈ കാണുന്ന വഴിയിൽ വിജയവാഡ ലക്ഷ്യമാക്കി ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോയി. ഇനി 16 കിലോമീറ്റർ കഴിയുമ്പോഴാണ് നമുക്ക് അടുത്ത ട്രെയിനിങ് ഉള്ളത് കേട്ടോ. ഞങ്ങൾക്ക് ഒരു ടോള് ഒന്നല്ല. ഇന്ന് എത്ര ടോൾ അടിച്ചു? 4 ടോള്. എടാ സെവന് മൊത്തം $4 ആണോടാ? 6 ടോൾ അടിച്ചു. എങ്ങനെയുണ്ട് റസാക്ക ഓടിക്കാൻ വേണ്ടി? ആണോ? ഗൈസ് നോക്ക്, സത്യം പറയല്ലോ, പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു ക്യാമറ, പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു ക്യാമറ. രണ്ട് നമുക്ക് റിവേഴ്സ് എടുക്കാൻ ഉപകാരപ്പെടും. പിന്നെ ഇതിൻ്റെ അകത്തും റിവേഴ്സ് വരും കേട്ടോ. ഇനിയിപ്പം നമുക്ക് അപ്രോക്സിമേറ്റ് 575 കിലോമീറ്ററാണ് വിജയവാഡയ്ക്കുള്ളത്. ഏതാണ്ട് 11-12 മണിയോടെ എത്തും. ആ സമയത്ത് അടുത്ത ഷിഫ്റ്റ് കയറി പിന്നെ അവിടുന്ന് ഓടിക്കുന്ന പാട്നയ്ക്കാട്ടോ. പാട്ന ലക്ഷ്യമാക്കിയാണ് അവിടുന്ന് പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുക കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ അങ്ങനെ RTO ചെക്ക് പോസ്റ്റ് കിടക്കുവാണ്.
കർണാടക ആന്ധ്ര ബോർഡർ കേട്ടോ. ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രൗസർ അവർ ഊരിക്കൊണ്ട് പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പോകും. അതുകൊണ്ട് ഇതായിരിക്കുന്നു, വളരെ ശ്രദ്ധാപൂർവം കോൺസെൻട്രേഷൻ ചെയ്തായിട്ടിരിക്കുന്നത്. ഇതേതാ? കർണാടക KA അല്ലേ? KA കഴിഞ്ഞിട്ടോ. ഇനി അല്പ നിമിഷത്തിനുള്ളിൽ ഏത് വരുന്നതായിരിക്കും? അതായത് ആന്ധ്രാപ്രദേശ് വരുന്നതായിരിക്കും അല്ലേ മിസ്റ്റർ? Are you comfort this vehicle? comfort. Guys, fully comfort ആട്ടോ. 3 വർഷം മുമ്പേ ആന്ധ്രയിൽ കൂടെ വരാൻ നേരത്തും ഇവിടെ പലയിടത്തും ഇതെല്ലാം റോഡ് പണിയാണ്. ഇപ്പോഴും അത് തന്നെയാട്ടോ. ആ റോഡൊന്നും പണിത് പൂർത്തിയായിട്ടില്ല കേട്ടോ. ഇതുണ്ട്, ഈ കാണുന്ന പോലെ തന്നെയായിരുന്നു പണ്ട് വരാൻ നേരത്തും. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഹൈദരാബാദ് പോയപ്പോൾ ഒരു സമയത്ത് ഇതിൽ വന്നപ്പോഴോ, പിന്നെ പണ്ട് ഞാൻ തവാങ്ങിൽ വന്ന സമയത്തൊക്കെ ഇങ്ങനെ തന്നെയാട്ടോ. ഇതുവരെ റോഡ് പണിയൊന്നും പൂർത്തിയായിട്ടില്ല. നമുക്കിതുവരെ AP RTO കണ്ടിട്ടില്ല കേട്ടോ. നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മൾ ആന്ധ്രാപ്രദേശ് ചെക്ക് പോസ്റ്റിലെത്തി. ഈ കാണുന്ന ആന്ധ്രാപ്രദേശ് RTO ചെക്ക് പോസ്റ്റ് ആട്ടോ. ഇത് വമ്പ സംഭവമാണല്ലോ. ഈ ബോർഡർ വമ്പ സംഭവമാണല്ലോ അല്ലേ? അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഫുള്ള് ഓല കൊണ്ട് കെട്ടി ആ ഒരു രീതിയിലുള്ള സെറ്റപ്പ് ആട്ടോ RTOയുടെ പരിപാടി. അതായത് ആന്ധ്രയിൽ എങ്ങനെ RTOയുടെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആന്ധ്രയിൽ നമ്മൾ നേരെ കയറാൻ പോകുന്നത് ഒറീസ അല്ലല്ലോ. നമ്മളിനിയിപ്പം വിജയവാഡയിൽ നിന്നാണ് ഇനി അടുത്ത ലൊക്കേഷൻ കേട്ടോ. വിജയവാഡ വരെയാണ് നമ്മൾ ഒരു ആദ്യത്തെ എയിം, അതായത് നമ്മുടെ ആദ്യത്തെ മയിൽക്കുറ്റി അവിടെയാണ് സ്റ്റോൺ. അതായത് 543 കിലോമീറ്റർ ആട്ടോ ഇനി അങ്ങോട്ട്. ആന്ധ്രയായാലും കേരളത്തിനെക്കാട്ട് ചൂട് അവിടെയാണ് ഇവിടെയാണോ സംശയം അല്ലേ? നല്ല ചുട്ടുകൊള്ളുന്ന ചൂടും പിന്നെ പൂഴിക്കാറ്റും അല്ലേ? നോക്കൂ, ഒരു പ്രത്യേക കാറ്റാട്ടോ ഇവിടെ. ഇനി നമുക്ക് അപ്രോക്സിമേറ്റ് 2100 കിലോമീറ്റർ പാട്ന വരെ കേട്ടോ. അവിടെ നിന്നാണ് പിന്നെ നമുക്ക് ഇവിടെയൊക്കെ എന്തൊക്കെയോ കൃഷിയുണ്ട് കേട്ടോ. എന്ത് രസമെന്ന് നോക്കിയോടോ, നല്ല ഫീലിംഗ് അല്ലേ? പച്ചപ്പ് എന്ന് വെച്ചാൽ അന്യായ പച്ചപ്പാട്ട്. ഗൈസ് നോക്കൂ, അതായത് പാട്നയിൽ ഇനി നമുക്ക് സ്റ്റോപ്പുള്ളൂ. പാട്നയിലാണ് നമുക്ക് കാർനെറ്റ് വരുന്നത്. അതായത് നമ്മളിന്ന് ഗുജറാത്തിൽ പോയ അവരുടെ കസിൻസ് ഉണ്ട് അവിടെ. അപ്പോൾ അവരുടെ കസിൻസിൻ്റെ അങ്ങോട്ടാണ് കാർനെറ്റ് അയച്ചേക്കുന്നത്. അപ്പോൾ അവിടെ പോയി കാർനെറ്റ് മേടിക്കണം. അത് നമ്മുടെ വേണ്ടിയിട്ട് പാസ്പോർട്ട്. അപ്പോൾ അത് മേടിച്ചിട്ട് വേണം നമുക്ക് കാഠ്മണ്ഡുവിന് പോകാൻ വേണ്ടി. അത് മാത്രമേ ഉള്ളൂ. അതിന് ശേഷം പാട്നയിൽ നിന്ന് 300 സംതിങ് കിലോമീറ്റർ ഉള്ളൂ കാഠ്മണ്ഡുവിന്. അതിന് ഒറ്റ ദിവസം കൊണ്ട് ഓടിയെടുക്കാമെന്ന് കേസേ ഉള്ളൂ കേട്ടോ. കാരണം ഇത്രയും പേര് മാറി മാറി ഓടിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ തടസ്സങ്ങളും കാര്യങ്ങളും വരുന്നില്ല കേട്ടോ. മിസ്റ്റർ റസാഖാണ് ഇപ്പം കീച്ചിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? റസാഖ് റസാഖ് കീച്ചിക്കൊണ്ടിരിക്കുക കേട്ടോ. നോക്കൂ, ഫൈനലി നമ്മൾ ആദ്യം അടിച്ചത്, അതായത് ഇന്നലെ അടിച്ച എണ്ണ തീർന്നു. അടുത്ത എണ്ണ അടിക്കാൻ വേണ്ടി ആന്ധ്രാപ്രദേശ് കേട്ടോ. അതായത് ഈ കാണുന്ന ഒരു വിജനമായ വലിയ രീതിയിൽ ആളോ അങ്ങനെ വലിയ രീതിയിൽ വണ്ടിയോ കാര്യങ്ങളൊന്നുമില്ല. ഈ കാണുന്ന ഒരു സാധാ നോർമൽ രീതിയിലുള്ള പമ്പാട്ടോ. ഈ ഒരു പമ്പിൽ നമ്മൾ എണ്ണ അടിക്കുന്നത്. അപ്രോക്സിമേറ്റ് ഇവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ എത്ര ഞാൻ കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഏതാണ്ട് 60 ലിറ്റർ എണ്ണ വരാനുള്ള സാധ്യതയുണ്ട്. ടുഡേ 98 ആണ്. കേരളാവിലെ സെയിം. ഗൈസ് നോക്കൂ, എനിക്ക് വന്ന കേരളത്തിൽ ഈ പൈസ തോന്നുന്നു 98 രൂപ കേട്ടോ. ഇന്നിവിടെ ഇറക്കാൻ രണ്ടാവിൽ സ്ഥിരം പരിപാടിയായിട്ടോ. ഏറ് കുടുങ്ങില്ല. ആ ഏറ് കുടുങ്ങി കഴിഞ്ഞപ്പോഴേ അതിൻ്റെ അന്ന് ഇത് സ്റ്റോപ്പായി പോട്ടോ. ആകെ 25 ലിറ്റർ കയറിയിട്ടുള്ളൂ. ഒരു 50-60 ലിറ്റർ എന്തായാലും കാണും കേട്ടോ. സാക്ക് പറഞ്ഞത് അതിൻ്റെ അകത്ത് 0 कुछ नहीं है, तेल नहीं है भाई, नहीं है, नहीं അതില്ലാന്നാട്ടോ പറഞ്ഞ റസാക്ക. നല്ല ഫുൾ ടാങ്ക് അടിക്കണം. ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു 400-450 കിലോമീറ്റർ കിട്ടും. ഇല്ല 300-350 അടുത്ത് കിലോമീറ്റർ കിട്ടും. ഐസ് നോക്കും, അത്ര കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുള്ളൂ കേട്ടോ. ഐസ് ഫൈനലി 48 ലിറ്റർ എണ്ണ ഒഴിച്ചു കേട്ടോ. 48 ലിറ്റർ എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് നേരെ വണ്ടി എടുക്കാം. റസാക്കയോട് ഞാൻ പറഞ്ഞു കുറച്ച് നേരം ഞാൻ ഓടിച്ചോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അപ്രകാരം ഞാൻ വണ്ടി ഓടിക്കാണ് ഗായ്സ്. വന്നു കഴിഞ്ഞപ്പോൾ 2 നമ്മുടെ ആന്ധ്രാപ്രദേശിലെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. आपका नाम क्या है? അൽതാഫ്. आपका? അയാസ്. ഗൈസ് നോക്കി, ഇവർ എൻ്റെ മലേഷ്യൻ വീഡിയോ സംഭവങ്ങളൊക്കെ കണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. നെക്സ്റ്റ് ടൈം ഗോ ടു യൂറോപ്പ്. ഓക്കെ, ഗൈസ് നോക്കി, ഈ കാണുന്ന വണ്ടിയിലാട്ടോ അവർ വന്നത്. അപ്പോൾ അവരെൻ്റെ മലേഷ്യൻ ട്രിപ്പ് കണ്ട് യു സീയിങ് അവർ മലേഷ്യൻ ട്രിപ്പ്. ഓക്കെ, താങ്ക് യു. മീറ്റ് അഗൈൻ. അപ്രോക്സിമേറ്റ് ഇനി നമുക്ക് 506 കിലോമീറ്റർ ആണ് ഓടാൻ വേണ്ടിയുള്ളത്. ഏതാണ്ട് വിജയവാഡ എത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ നിർത്തി അടുത്ത പിന്നെ പാർട്ടി ഇടും കേട്ടോ. അത്യാവശ്യം വണ്ടികൾ, അതായത് വലിയ രീതിയിലുള്ള വണ്ടികളും കാര്യങ്ങളൊന്നുമില്ല. വലിയ തിരക്കില്ലല്ലോ റസാക്ക? ഗൈസ് അതേ സമയത്ത് ലിബിനും സെബിനും ഇതേ ബേക്കിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടോ. അവർ ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി അവർക്ക് ഹാൻഡ് ഓവർ ഉണ്ടല്ലോ റസാക്ക. ഫൈനലി ഞങ്ങളിപ്പോൾ ഉണ്ടല്ലോ തിരുപ്പതി ഹൈവേ കയറി കേട്ടോ. തിരുപ്പതി ബൈപ്പാസ് റോഡ്. വലിയ തിരക്കില്ല കേട്ടോ. തിരക്ക് ഭയങ്കര കുറവല്ലേ കേട്ടോ. ഗൈസ് നോക്കൂ, ഭയങ്കര കുറവെന്ന് വെച്ചാൽ ഭയങ്കര കുറവാട്ടോ തിരക്ക്. വളരെ കുറവാണ്. ആൻഡ്രി ചങ്ങനാതിക്ക് അങ്ങ് ദൂരെയൊക്കെ ലോറികൾ കാണാന്നല്ലാതെ അല്ല വേറെ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഗൈസ് നോക്കി, ഇനിയിപ്പോൾ ഒരു 57 കിലോമീറ്റർ കഴിഞ്ഞ് നമുക്കൊരു ഡൈവേഷൻ ഉള്ളൂ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളിപ്പോൾ തിരുപ്പതിയുടെ ഭാഗത്തൂടെ കേട്ടോ സഞ്ചരിക്കുന്നത്. തിരുപ്പതി കഴിഞ്ഞില്ലേ റസാക്ക? അല്ലേ?
ഇപ്പം നമ്മൾ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 10-20-50 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ അല്ലേ. ഇനിയിപ്പോൾ ഏതാണ്ട് നമുക്ക് 409 കിലോമീറ്റർ ഉള്ളൂ അപ്രോക്സിമേറ്റ് നമുക്ക് വിജയവാഡയ്ക്ക് കേട്ടോ. ആന്ധ്രയുടെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ നെല്ലൊക്കെ കൊയ്ത് പാടെ ഒഴിഞ്ഞു കേട്ടോ. കുറച്ച് ഫ്രണ്ടിലേക്ക് ഒന്ന് വണ്ടി നിർത്തി ലിപി ഉറങ്ങും കേട്ടോ. റസാഖ് അതിൻ്റെ അകത്തുണ്ട്. സെബിൻ എണീറ്റു. സെബിൻ മൂത്രയ്ക്ക് വേണ്ടി പോയിട്ടോ. നിങ്ങൾ ഈ വണ്ടി ഇട്ടതിൻ്റെ തൊട്ട് ഇവിടെ ഉണ്ടല്ലോ ഫുള്ള് കണ്ടവാട്ടോ. ഇതെല്ലാം കൊയ്ത്ത് കഴിഞ്ഞാണ്. അവിടെ ട്രാക്ടറിൽ എന്തോ പരിപാടി നടപ്പുണ്ടോ. എനിക്ക് തോന്നുന്നു കണ്ട ഉഴുത്ത് മറിക്കുന്നതെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. അത് തന്നെ കണ്ട ഉഴുത്ത് മറിക്കും കേട്ടോ. ഫ്രണ്ട് വന്നപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി കേട്ടോ. ഇവിടെ നല്ല കിട്ടിയില്ല തണ്ണിമത്തൻ കിലോയ്ക്ക് 20 രൂപയുള്ളൂ. പക്ഷെ പ്രത്യേക തരം ഡിസൈനാട്ടോ. അപ്പോൾ ഒരു തണ്ണിമത്തൻ മേടിച്ച് ഞങ്ങൾ മുറിച്ച് കഴിക്കാമെന്ന് തീരുമാനിച്ചു. ലിപിയും വരുന്നില്ലടാ എണീറ്റോ. തന്നെ കട്ട് ചെയ്ത് തരും കേട്ടോ. അതൊരു ഗുണമായി. പക്ഷേ ഇതിനകത്തൊരു മസാല ഉണ്ടോ സെബിനെ, അതാണ് കുറച്ചും കൂടെ സൂപ്പറായി. ലിബിനെത്തി. ചെരുപ്പുണ്ട് ലിബിന് അതിൻ്റെ ഉള്ളിൽ. ചെരുപ്പ് തണ്ണിമത്തൻ മത്തൻ വാ. ഇത് ഉള്ളു ഊമ്പലാ മോനെ. സംഭവം ഞങ്ങൾ പെട്ടു കേട്ടോ. കൊള്ളൂല, വാടിപ്പഴുത്ത സാധനമാണ്. കാളവണ്ടി പോകുന്നു. എല്ലാ വണ്ടി ഇതിലും കേട്ടോ പോണേ. എനിക്ക് തോന്നേ ഈ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കണോണ്ടായിരിക്കും. പക്ഷെ പെട്ടുപോയല്ലോ. കൊള്ളൂല്ലോടാ സെബിനെ, പെട്ടുപോയി. വാടിയതാ പാവം, പെട്ടു കേട്ടോ. അതിന് മധുരമൊന്നുമില്ല, വാടിപ്പോയതാ. കൊള്ളൂല്ലോ. ഫൈനലി ഞങ്ങൾ വണ്ടിയെ കയറി. ചർച്ച കേട്ടോ. ഗിയറിന്റെ വിഷയമാണ്. ഒരാൾക്ക് ഗിയർ ഇടാൻ പറ്റുന്നില്ല, ഒരാൾക്ക് സ്റ്റീറിംഗ്, ഒരാൾക്ക് ഇറക്കി വെക്കണം. അടിപൊളി. അയ്യോ എന്നാൽ ആ വത്തക്ക പരാജയമായിപ്പോയല്ലോടാ അല്ലടാ സെബിനെ. ഗൈസ് നോക്കൂ, എല്ലാരും ഫ്രണ്ടിലേക്ക് പോയി. ഞാനൊരു അല്പനേരം മയങ്ങാൻ വേണ്ടി പോട്ടോ. എന്നിട്ട് ഇനി കുറച്ച് കഴിഞ്ഞ് എണീക്കല്ലടാ. സെബി നന്നായിട്ട് നോക്കുന്നുണ്ടോ ഫ്രണ്ട്? നോക്കി എങ്ങോട്ടാ നോക്കുന്നത്? നല്ല തല്ലി കിട്ടും. ഗൈസ് നോക്കൂ, അങ്ങനെ ഓരോരുത്തരെ മാറി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ പാട്നയ്ക്ക് ലൊക്കേഷൻ ഇട്ടോ. അതായത് വിശാഖപട്ടണത്തു നിന്നാണ് വന്നിട്ട് നമ്മൾ വിജയവാഡ അല്ലടാ സെബിനെ. വിജയവാഡയിലാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തത്. വിജയവാഡ എത്തിയിട്ടില്ല. 1500 കിലോമീറ്റർ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നു. ഇവിടുന്ന് നമുക്ക് പാട്നയ്ക്ക് കേട്ടോ. അപ്രോക്സിമേറ്റ് നാളെ രാത്രി നാളെ വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ, അല്ല നാളെ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ നമ്മൾ എത്തും കേട്ടോ. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മാറും. സെബിനും റസാഖയും കയറും. അതേ സമയത്ത് പിന്നെ എന്താ പറയുക, റിലാക്സേഷന് വേണ്ടി മസാജ് എല്ലാവർക്കും റസാഖ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് മണിക്കുന്ന ഫ്രീ മസാജ്. ജോലി നേരത്തെ എനിക്കിപ്പോ മനസ്സിലായി. എന്നെ ബാക്കി കിടത്തിയില്ല മസാജ് അല്ലേ. തായ്ലൻഡ് കൊണ്ട് വെക്കുവാണെങ്കിൽ നല്ലൊരു ജോലി ഗൈസ് നോക്കൂ, ഉറക്കം വരുന്ന എല്ലാവർക്കും പുള്ളി ഇതേപോലെ ചെയ്തു തരും. വേറൊരു കേസ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എന്റെ 2 ചെവി ഞാൻ എടുത്തു വെച്ചിരുന്ന പല്ലക്കുത്തി 2 തെറിച്ചു പോയി. 2 താഴെ പോയിട്ടോ. ഗൈസ് നോക്കൂ, അത്യാവശ്യം ലോറികൾ അല്ലടാ അത്യാവശ്യം ലോറികളുണ്ട് കേട്ടോ. വലിയ രീതിയിൽ തിരക്കൊന്നുമില്ല, അത്യാവശ്യത്തിന്. വന്ന ഒരു ചെറിയ ഓർമ്മ കേട്ടോ. സ്കൈ വ്യൂ, ഈ കാണുന്ന ടോളിന്റെ മേളിൽ സ്കൈ വ്യൂ റെസ്റ്റോറന്റ്. ഗൈസ് നോക്കൂ, ഇപ്പൊ ആളൊന്നുമില്ല. ഉണ്ട് കേട്ടോടാ. ഗൈസ് നോക്കൂ, സ്കൈ വ്യൂ റെസ്റ്റോറന്റ്. ഇതിന്റെ മേളിൽ റെസ്റ്റോറന്റ് ഉണ്ട്. ഇപ്പോഴും 2-3 ആൾക്കാരൊക്കെ നിപ്പുണ്ട് കേട്ടോ. പണ്ടെങ്ങാനും വന്ന കേട്ടോ. എനിക്കൊന്ന് 1 പ്രാവശ്യമോ 2 പ്രാവശ്യം കാരണം ഈ ഒരു ടോളിൻ്റെ അകത്തൂടെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ അടുത്ത പെട്രോൾ പമ്പിൽ വന്നു. അതായത് ജിയോയുടെ പമ്പിൽ നമ്മുടെ വണ്ടിയുടെ എണ്ണ തീർന്നു. ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടുണ്ട് പോകാൻ വേണ്ടി. ഇവിടെ ആന്ധ്ര എത്രയാടാ? 96 രൂപ 46 പൈസ ഫുൾ ടാങ്ക് ഡീസൽ. ഡീസൽ ഫുൾ ടാങ്ക്. ഗൈസ് നോക്കൂ, ഇനിയിപ്പം ഡീസൽ അടിച്ച ശേഷം സെബി വണ്ടി എടുക്കും. റസാഖ് ഇറങ്ങുമായിരിക്കും. ഞങ്ങളിനി കിടന്നുറങ്ങും കേട്ടോ. കാർഡില്ല കേട്ടോ, കാർഡില്ല ഇവിടെ. ഇത് മാത്രമേ ഉള്ളൂ. അതായത് പൈസ ഇത് കംപ്ലൈൻ്റ് ആണ് മിഷ്യൻ. അതുകൊണ്ടാണ് കമാൺ ലോക്ക് ചെയ്തില്ലേ. അടുത്ത പമ്പിൽ കയറ്റി അടിക്കട്ടെ. 3 കട്ടി ഉണ്ടോ? റസാഖ് എന്തില്ല പിന്നെ? റസാഖ് ഉറങ്ങിപ്പോയിട്ടാ. എനിക്ക് ചെറിയ പനിക്ഷീണുണ്ടല്ലോടാ. നിനക്കോ? എനിക്ക് പനിക്ഷീണം. പനിയെടുത്ത ക്ഷീണം. നമുക്ക് റോട്ടില് വലിയ തിരക്കില്ല കേട്ടോ. വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നൈസ് കത്താലമ്പ്. ആണോ? ഗൈസ് നോക്കൂ, കെട്ടിപ്പിടിച്ച് ഉറക്കം കേട്ടോ. വാ, എനിക്ക് നിങ്ങളുടെ ഡ്യൂട്ടിയായി. ഷിഫ്റ്റ് മാറി. ഷിഫ്റ്റ് മാറി. ഗൈസ് നോക്കൂ, ഷിഫ്റ്റ് മാറിയിട്ടോ. ഇനിയിപ്പോ സെബിനും
റസാക്കയാണ് ഷിഫ്റ്റ്. ഹാഫ് ഓടിക്കണം. ഏതാണ്ട് 1775 കിലോമീറ്റർ അടുത്ത് ഇനി ഓടമുണ്ട് കേട്ടോ. പാർട്ട്ണർ കിട്ടും. അപ്പോൾ എന്താണോ ഡേറ്റ്? നാളെ എത്തുമോ? ഇല്ല, നാളെ കഴിഞ്ഞേ എത്തത്തുള്ളൂ. നാളെ കഴിഞ്ഞേ എത്തുള്ളൂ. ഇന്ന് 13 അല്ലേ? 12 ടുഡേ 12, 13, 14. ഓക്കെ ഇല്ല, കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നിന്ന് 150 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. വിജയവാഡ കൊൽക്കത്തക്ക് എത്തിയാണ് 1300 സംതിങ് അല്ലേ? 1300 സംതിങ് ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ ഒറീസ ബോർഡർ കയറും കേട്ടോ. ഇന്ന് ഒറീസ കയറി അങ്ങനെ സൈഡിൽ കൂടെ ആയിട്ട് നമ്മൾ കയറി പോവാം. ആന്ധ്ര ഈ ഒരു ഭാഗത്തോട് നമ്മളൊരു മെയിൻ പ്രശ്നമാണ് കേട്ടോ. നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളുള്ള സെറ്റപ്പാണ്. ഈ വയലിൻ്റെ ഭാഗങ്ങളിലൂടെ കേട്ടോ പോകാൻ നേരത്തുള്ള സമയം പ്രാണികൾ വന്ന് ഗ്ലാസ്സിൽ അടിച്ചടിച്ച് ഇങ്ങനെ മൊത്തം ഫോളോ ആവട്ടോ. ഈ വയലുകളുള്ള ഭാഗത്ത് ഇത് കൂടുതലാണ്. തലവെക്ക് റസാക്ക. നോക്കി ലിബിയന്റെ റസാക്ക് തെറി അങ്ങനെ ചെയ്യാട്ടോ കേട്ടോ. അവിടുന്ന് പൂരം തെറിയാണ് റസാക്ക് വിടുന്ന മോനെ കുട്ട. നമുക്കൊരു ഇത് കിട്ടിയില്ല കേട്ടോ. മെഡിക്കൽ ഷോപ്പ് കിട്ടില്ല. റസാക്കേക്ക് ഒരു ഗുളിക മേടിക്കണം. എനിക്ക് കാലത്തേക്ക് ഒരു ഓയിൽമെന്റ് മേടിക്കണം കേട്ടോ. ഗൈസ് ഫൈനലി നമുക്ക് ഇങ്ങനെ ഒരു പെട്രോൾ പമ്പ് കിട്ടും കേട്ടോ. ഇവിടെ കാർഡ് എടുക്കുമെന്ന് പറഞ്ഞത്. അത് ദൈവാനുഗ്രഹം. നേരത്തെ പോയിട്ട് തന്നെ എന്താ കാർഡ് എടുക്കൂല. ഇവിടെ കാർഡ് എടുക്കുന്നുണ്ടോ പറഞ്ഞത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 60 ലിറ്റർ അടുത്ത് കയറാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. പമ്പുകളിലൊക്കെ നോർത്ത് ഇന്ത്യൻ പമ്പുകളിലും എല്ലാ സ്ഥലത്തും ഇപ്പോൾ ചില സ്ഥലത്ത് കാണും കേട്ടോ. ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. സാധാരണ ഇവരാണ് ഇത് ചെയ്തു തരാറ്. നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. കിട്ടുന്നിടത്ത് വെച്ച് ചെയ്യുക കേട്ടോ. ഇതിനകത്ത് നിറച്ചും പ്രാണിയാണ്. അത് ഈ കണ്ടം അതുപോലുള്ള സ്ഥലങ്ങളിൽ പോകാൻ നേരത്ത് ഇത് ഭയങ്കരമായിട്ട് ഉണ്ടാവും കേട്ടോ. എന്താണോ എൻ്റെ പ്രതിമയുടെ നട്സിൽ പിടിക്കുന്നത്? തൂങ്ങിപ്പോയോ? റെഡിയാക്കട്ടോ. മൊയ്തീനല്ല, മിച്ചലിൻ. തൊണ്ടയ്ക്ക് സുഖമില്ലെങ്കിൽ കൊണക്കൊരു കുറവില്ല കേട്ടോ. അല്ലടാ. ഏതാണ്ട് 51 ലിറ്റർ വരെ കേട്ടോ. 5030 രൂപ. റെഡി ഇല്ല ഒന്ന് കേട്ടോ. അടിക്കാൻ നോക്കണം. ഫ്രണ്ടി വന്നിട്ട് വണ്ടി നിർത്തി കേട്ടോ. റസാക്കിക്കും എനിക്ക് നീരിനും മരുന്ന് മേടിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. ഈ കാണുന്ന മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വേണം മേടിക്കാൻ കേട്ടോ. വണ്ടി അവർ അപ്പുറത്തോട്ട് മാറ്റി വെക്കാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ വണ്ടി മാറ്റി വെക്കാൻ വേണ്ടി പോയപ്പോൾ കേട്ടോ. ഈ കാണുന്നൊരു കടയേ ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് വേണം ഇനിയിപ്പോൾ നമുക്ക് മേടിക്കാൻ വേണ്ടി. എൻ്റെ പൊന്നെ ഒരു നൈറ്റ് സർവീസിൽ പോകുന്ന ഒരു ലോറിയെ കയറുന്ന സാധനം. ആ നൈറ്റ് സർവീസൊക്കെ ലാഭമായിരിക്കും അല്ലടാ. ലിവിനെ നീ വണ്ടി എടുത്തിട്ടാ വന്നേ? ഞാൻ കാലിങ്ങനെ പോയി എന്നിട്ട് നീര് വന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. അതിനുള്ള മേടിക്കട്ടെ. റസാക്കെ കിട്ടിയോ? കാണിച്ചേ കാണിക്കൂ. ഇതാ റസാക്ക കിട്ടിയത്. എനിക്കിതാ കിട്ടിയോ ബോളിന്. സാധാരണ ഇവിടെ വലിയ കാര്യമുണ്ടോ? ഫാർമസിയാ. പുള്ളി അവിടുത്തെ ഡോക്ടറാട്ടോ. ലോക്കൽ ഡോക്ടറാണ്. മൃഗങ്ങളുടെ മരുന്നുണ്ട് കേട്ടോ. അത് വേറെ അത്ഭുതം അല്ലേ. ഗൈസ് നമുക്ക് നേരെ കയറാം കേട്ടോ. ഫൈനലി രാത്രി 2 മണിയാറായി. സിപി വണ്ടി ഓടിക്കുന്നു. ഗൈസ് ഞാൻ കിടക്കാൻ വേണ്ടി പോയിട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഫ്രണ്ടിലേക്ക് ചെറിയ രീതിയിലുള്ള തിരക്കുകൾ തുടങ്ങി. നൈറ്റ് സർവീസ് വണ്ടികൾ ലോറികളൊക്കെ വന്നു തുടങ്ങി. ഇന്ന് എന്തായാലും ചിലപ്പോൾ ഒറീസ കിടക്കുമായിരിക്കും അല്ലടാ. ഇന്ന് ഒറീസ ജാർഖണ്ഡ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാട്ടോ. പിന്നെ ബീഹാർ. ഗൈസ് എന്തായാലും നാളെ മറ്റൊരു വീണ്ടും ഇങ്ങനെ ആയിരിക്കും. അതാണ്